കേരളത്തിൻ്റെത് കെടുകാര്യസ്ഥത, കടമെടുപ്പിൽ ആശ്വാസമില്ല. കണ്ട ശരിയല്ല, സർക്കാർ ശരിയല്ല, ദൂർത്തും കെടുകാര്യസ്ഥതയും. എൻ്റെ പത്രത്തിന് എൻ്റെ ഡയലോഗിന് എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. ഇതാണോ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് ഈ ഡയലോഗൊക്കെ അടിക്കുന്നത്? പിടിക്ക്, എനിക്ക് ഞാൻ സാധനം കാണിച്ചു തരാം. ഇത് കണ്ടല്ലേ? എന്തേത് പറഞ്ഞതാ. അതായത് if the state has essentially created financial hardship because of its own mismanagement. if എന്ന് കേട്ടിട്ടുണ്ടോ? സംസ്ഥാനത്തിന്റെ പ്രശ്നം കാരണം ഒരു പ്രതിസന്ധി വന്നാൽ കേന്ദ്രത്തിനോട് ആശ്വാസം ചോദിക്കാൻ കഴിയില്ല എന്നാണ് കാര്യം. അതിലൊരു ഇഫ് അങ്ങോട്ട് മാറ്റിയപ്പോഴത്തേനും എൻ്റെ പത്രം മൊത്തത്തിൽ ഈ വാർത്ത എൻ്റെ ഉൾട്ടയാക്കി മാറ്റി. മനസ്സിലായോ? സംസ്ഥാനത്തിന് എന്തെങ്കിലും കെടുകാര്യസ്ഥത ഉള്ളത് കൊണ്ടായിരിക്കണം വല്ലതും അങ്ങനെ ആണെങ്കിൽ എന്ന് കോടതി പറഞ്ഞത്. വെറുതെ ഇങ്ങനെ പറയാൻ കോടതിക്ക് എന്ത് വയ്യേ? എൻ്റെ പൊന്ന് ബോധരഹിതേ, ഇതിൽ ഇഫ് എവിടെ? ഈ ഇഫ് എന്ന് പറയുന്നത് 2 വാക്കാണെങ്കിലും 2 അക്ഷരാണെങ്കിലും ഇത് ഒരുപാട് അർത്ഥതലങ്ങൾ തരുന്ന വലിയൊരു വാക്കാണ്. ഒരു ഇഫ് അല്ലേ, അത് ഇട്ടാലും ഇല്ലെങ്കിൽ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ്. സമ്മതിച്ചു തരരുത്. എന്തിനു സമ്മതിച്ചു തരുന്നത്? ഇതാണ് ഇപ്പൊ നിങ്ങളെ പ്രശ്നം. ഒന്നാം രണ്ടാമത്തേന് മുഖ്യമന്ത്രി രാജിവെക്കണം, അതല്ലേ? ആ മൈൻഡ് സെറ്റ് ഒന്നും ഇവിടെ നടക്കണ പരിപാടിയില്ല. ഈ ചാണകല്ലേ, ചാണകം, അത് തിന്നുകയും കുടിക്കുകയും കുളിക്കുകയും അത് വെച്ച് മെഴുകുകയും ചെയ്യുന്ന ആൾക്കാരെല്ലാം നാടുണ്ട്. ആടെ പോയി കഴിഞ്ഞാൽ ഇജാതി ഡയലോഗ്, ഇജാതി കള്ള വാർത്തയൊക്കെ ചിലപ്പം നടന്നു വരും. പക്ഷെ ഇത് കേരളമാണ്. ഇവിടെ ഇജാതി വർത്താനൊന്നും നടക്കില്ല. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസവും ബുദ്ധിയും ബോധമുള്ള മനുഷ്യന്മാരുള്ള നാടാണിത്. അതുകൊണ്ട് ഇജാതി വർത്താനൊന്നും ഇവിടെ നടക്കൂല. പിന്നെ ഇതിന്ന് ജനിച്ച പത്രമൊന്നുമല്ല, കുറെ നാളായിട്ട് ഇവര് വാർത്ത കൊടുക്കണേണ്. പിന്നെ ഒരു വാർത്ത കൊടുക്കുമ്പോ അവര് ആഗ്രഹം കൂടെ വാർത്തയിൽ വന്നൊക്കെ ഇരിക്കും. ഒന്നും വലിയ കാര്യമൊന്നുമില്ല, നോർമൽ കാര്യമാണ്. പത്രമുത്തശ്ശി കുറെ കാലം മുമ്പ് അച്ചടിച്ച് തുടങ്ങി അടിച്ചിട്ട് നിങ്ങൾക്ക് എന്തും എഴുതി പിടിപ്പിക്കാന്നുള്ളതൊന്നുമല്ല. പിന്നെ അത് മാത്രമല്ല, എന്താ പറഞ്ഞ ആഗ്രഹം അടിച്ചുണ്ടാക്കാനുള്ളതല്ല ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പറിന് അത് ന്യൂസാണ് കൊടുക്കണ്ട. അല്ലാണ്ട് നിങ്ങൾ ആഗ്രഹമല്ല, അത് നിങ്ങൾ വേറെ എന്തെങ്കിലും ഇറക്കേണ്ടി വരും. മനസ്സിലായോ? ഇതുപോലെ പണ്ട് ആഗ്രഹം അടിച്ചിറക്കിയത് ഓർമ്മ ഉണ്ടോ? കള്ളവാർത്ത ഏതായിരുന്നു? മറ്റേ EP ജയരാജന്റെ ഭാര്യയ്ക്ക് എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കള്ളവാർത്ത കൊടുത്തിട്ട് അവർക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഒരു സംഭവം ഉണ്ടായി. മാഡത്തിന് ഓർമ്മ ഉണ്ടോ അത്? 10 ലക്ഷം രൂപയെന്ന് അത്ര വലിയ പൈസയൊന്നുമല്ല. അക്കാണെങ്കിൽ കൊടുക്കും, 10 കൊടുക്കും, 20 കൊടുക്കും. പിന്നെ ഈ ഒരു അബദ്ധമൊക്കെ ഏത് പോലീസുകാരനും പറ്റും. പിന്നെ കമ്മികൾ എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രി മാത്രം രാജിവെച്ചാൽ മതിയോ? ഇതുപോലെ മുഖ്യമന്ത്രിനെ മുമ്പ് രാജിവെപ്പിക്കാൻ നടന്നത് മാഡത്തിന് ഓർമ്മ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അല്ല, സ്വർണ്ണക്കള്ളക്കടത്ത് ഏലിക്കൂടെയൊക്കെയാണ് നിങ്ങള് സ്വർണം കടത്താൻ നോക്കിയത്. അല്ല, സ്ഥിരമായിട്ട് വായിക്കണാണല്ലോ, ഓർമ്മ കാണും. ബിരിയാണി ചെമ്പ് മാത്രല്ല, ഖുറാന്റെ ഉള്ളിലും പിന്നെ മറ്റേ കാരക്കന്റെ ഉള്ളിലൊക്കെ നിങ്ങൾ സ്വർണം കടത്തിണ്ടായിരുന്നു. വല്ല ഓർമ്മയുണ്ടോ മാഡത്തിന്? അല്ല പിന്നെ ഈയും എൻ്റെ മറ്റേ വ്യാജ ടീംസ് ഒന്നും വിചാരിച്ചാലൊന്നും ഒരു പരിപാടി ഈ നാട്ടിൽ നടക്കൂല. മനസ്സിലായോ? നോക്കാലോ? നോക്കാം.